ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. തമിഴ് സിനിമാ ഇൻഡസ്ട്രിയിൽ നിന്ന് വരാനിരിക്കുന്ന അടുത്ത വൻ സംഭവം തഗ് ലൈഫ് എന്ന സിനിമയുടെ ട്രെയിലർ ഇന്ന് വൈകിട്ട് 5 മണിയോടെ റിലീസായിരിക്കുകയാണ്. കമലഹാസനെ നായകനാക്കി മണിരത്നം സംവിധാനം ചെയ്ത് ത്രിഷ, STR ഉൾപ്പെടെ വൻ താരനിര ഭാഗമായി വരാനിരിക്കുന്ന ചിത്രത്തിന്റെ ട്രെയിലർ കട്ട് തന്നെ മികച്ചു നിൽക്കുന്നുണ്ട്. പോസിറ്റീവ് ആണെങ്കിൽ അടുത്തൊരു വൻ റെക്കോർഡുകൾ നേടിയെടുക്കുന്ന തമിഴ് സിനിമയായിട്ട് തഗ് ലൈഫ് മാറുമെന്നാണ് ട്രെയിലർ നൽകുന്ന ഉറപ്പ്. ജൂൺ 5-ാം തീയതി സിനിമ തിയേറ്ററുകളിലേക്ക് എത്തും. ടിക്കി ടാക്ക ഇപ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ആസിഫ് അലി സിനിമയാണല്ലോ. ആസിഫിന്റെ കരിയറിലെ തന്നെ വലിയ ബഡ്ജറ്റിൽ വരാനിരിക്കുന്ന ടിക്കി ടാക്ക എന്ന സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഇന്ന് ആസിഫ് തന്നെ ഒഫീഷ്യലായിട്ട് പുറത്തുവിടുമ്പോൾ ഈ കാണുന്ന ഒരു പോസ്റ്റർ പുറത്തുവിട്ടുകൊണ്ട് സിനിമ ഈ വർഷം തന്നെ തിയേറ്ററുകളിലേക്ക് എത്തും എന്നൊരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇപ്പോഴത്തെ വന്നിരിക്കുകയാണ്. 2024 എന്ന കഴിഞ്ഞ വർഷത്തിലെ വലിയ വിജയങ്ങൾ നേടിയെടുത്ത മലയാളം സിനിമകളാണല്ലോ 100 കോടി കളക്ഷൻ എല്ലാം തന്നെ നേടിയെടുത്ത ഫഹദിന്റെ ആവേശവും ഒപ്പം തന്നെ നെസ്ലിന്റെ പ്രേമലുവും. 2 സിനിമകൾക്കും 2ാം ഭാഗം പ്രഖ്യാപനങ്ങൾ വന്നതാണ്. ആവേശം 2 എന്ന സിനിമയുടെ ചർച്ചകൾ ഇപ്പോഴത്തെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു എന്നൊരു റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ പ്രേമലു 2 എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നേരത്തെ ഈ വർഷം ജൂൺ മാസം ആരംഭിക്കേണ്ടിരുന്നതായിരുന്നു. എന്നാൽ ഈ ജൂൺ മാസം എന്നല്ല, അടുത്ത കാലത്തൊന്നും തന്നെ സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കാൻ സാധ്യതയില്ല എന്നൊരു റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. പല കാരണങ്ങളുണ്ട് എന്ന റിപ്പോർട്ടുകളുണ്ട്. നിലവിൽ സിനിമയുടെ സംവിധായകൻ മറ്റൊരു പ്രൊജക്റ്റിലേക്ക് നീങ്ങുന്നു. ആദ്യം ഈ മെയ് 9-ാം തീയതി തിയേറ്റർ റിലീസ് പ്രഖ്യാപിച്ച ബോളിവുഡ് സിനിമയായിരുന്നു ഭൂൽ ചുക്ക് മാഫ്. ചിത്രത്തിൽ വാമിക ഗബ്ബി ഒപ്പം തന്നെ രാജ്കുമാർ റാവു തുടങ്ങിയവർ അഭിനയിക്കുന്നു. യുദ്ധാന്തരീക്ഷം കാരണം മെയ് 9-ന് തിയേറ്റർ റിലീസ് പ്രഖ്യാപിച്ച സിനിമ പിന്നെ മെയ് 16-ാം തീയതി OTTയിൽ ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്യുന്നു എന്ന് ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നതാണ്. എന്നാൽ പിന്നീട് യുദ്ധാന്തരീക്ഷം മാറിയപ്പോൾ ഇപ്പോഴത്തെ വരുന്ന ആഴ്ച മെയ് 23-ന് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നു എന്നൊരു അപ്ഡേറ്റാണ് ഏറ്റവും അവസാനമായിട്ട് വന്നിരിക്കുന്നത്. അവസാനമായിട്ട് മമ്മൂട്ടി വീണ്ടും സ്റ്റൈലിഷ് സിനിമയുടെ ഭാഗമാക്കാനായിട്ട് ഒരുങ്ങുന്നു എന്നൊരു റിപ്പോർട്ടാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ടുള്ളത്. മാർക്കോ എന്ന സിനിമയുടെ നിർമ്മാതാവ് ഷെരീഫ് മുഹമ്മദ് നിർമ്മിക്കുന്ന മമ്മൂട്ടി ചിത്രം വരാനായിട്ടിരിക്കുന്നു. മമ്മൂട്ടി നായകനെ എത്തുന്ന സിനിമ സംവിധാനം ചെയ്യുക അബ്രഹാമിന്റെ സന്തതികൾ സംവിധായകനായിരിക്കും. മാർക്കോ പോലെ വൻ ആക്ഷൻ സിനിമയായിരിക്കും വരാനായിട്ടിരിക്കുന്നത് എന്നാണ് നിലവിൽ പുറത്തുവരുന്ന റൂമർ. അപ്പോൾ മമ്മൂട്ടിയുടെ കിടുക്കാച്ചി ആക്ഷൻ കാണുവാനായിട്ട് നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ സിനിമാ വാർത്തകൾക്കായിട്ട് കാത്തിരിക്കൂ.